വെൽക്കം എവരി വൺ. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം 3 ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതിന് നമുക്കിപ്പോൾ കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ ജോലി കിട്ടാനായിട്ട് ഏറ്റവും പറ്റിയ ഏരിയ എന്ന് പറഞ്ഞാൽ ടൂറിസമാണ്. അപ്പോൾ ഈ ടൂറിസത്തിനകത്ത് എങ്ങനെ ഇതിന് മാത്രം ജോലി കിട്ടും, ഇത്രമാത്രം പണം ഇങ്ങോട്ട് വരുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ഭരിക്കുന്നവർക്കും വളരെ കൃത്യമായിട്ടുള്ള അറിവില്ല, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ല, നടപ്പിലാക്കുന്ന ആൾക്കാർക്കും പൂർണ്ണമായിട്ടും ഇല്ല. ഇല്ലയെന്ന് പറഞ്ഞുകൂടെ, പൂർണ്ണമായിട്ടും ഇല്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ജൈടെക്സിൻ്റെ എക്സ്പോ ദുബൈയിൽ വന്നപ്പോൾ ഞാൻ പോയിരുന്നു ഈ വർഷം. അപ്പോൾ അത് 5 ദിവസമായിരുന്നു, 5 ഫുൾ ഡേ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് പ്രീവിയസ് ഡേ തന്നെ പോകേണ്ടതായിട്ട് വന്നു. നെക്സ്റ്റ് ഡേ ആയിരുന്നു മിക്കവാറും എല്ലാവരും പോയത്. അപ്പം 6-7 ദിവസത്തേക്ക് അപ്പോൾ അറ്റൻഡ് ചെയ്തത് 2.5 ലക്ഷം അപ്പോൾ ആൾക്കാരാണ് വേൾഡ് ഓവർ. ലോകത്തിലെ ഏറ്റവും വലിയ ജൈടെക്സാണ് നടന്നത്. വേൾഡ് ഓവർ വന്നത് 2.5 ലക്ഷം ആൾക്കാർക്ക് താമസിക്കാനായിട്ടുള്ള റൂമുകൾ വേണമായിരുന്നു, അവർക്കുള്ള എക്സ്പോ സംവിധാനങ്ങൾ വേണമായിരുന്നു. ഇതെല്ലാം അവിടെ വലിയ രീതിയിൽ നടക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് വരുന്ന ആൾക്കാർ എന്തുമാത്രം സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്, പിന്നെ അവരെ കൊണ്ടുവന്നിട്ടുള്ള എയർലൈൻസിൻ്റെ ട്രാൻസിറ്റ്, ട്രാഫിക്ക്. അപ്പോൾ 2.5 ലക്ഷം ആൾക്കാരും. അപ്പോൾ അതേ സമയത്ത് നിങ്ങളൊന്ന് നേരെ ചിന്തിക്കുക, ഈ 2.5 ലക്ഷം പോയിട്ട് 25,000 പേർക്കൊരു ഫംഗ്ഷൻ, 10-1 പേർക്കൊരു ഫംഗ്ഷൻ നമുക്ക് കോഴിക്കോടോ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ വെച്ച് നടത്താനായിട്ട് പറ്റുമോ? വീണ്ടും നമുക്ക് ചെറുതാക്കാം. 2,500 പേർക്ക് ഒരു ഫംഗ്ഷൻ നടത്തുകയാണെങ്കിൽ കാലിക്കട്ടോ കൊച്ചിയിലോ ട്രിവാൻഡ്രത്തോ നമുക്ക് ഇതേപോലെ 5 ദിവസം താമസിച്ചുകൊണ്ടൊരു പ്രോഗ്രാം നടത്താൻ പറ്റുമോ? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം കാലിക്കറ്റ് ഒരു ഹോട്ടലിൽ കൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ വിശദമായിട്ടൊരു ഫോറിൻ ഏജൻസിയെ കൊണ്ട് പഠനം നടത്തിച്ചതാണ്. ഇപ്പോൾ ആസ് ഓൺ ടുഡേ എല്ലാ ഹോട്ടലുകൂടെ നോക്കുവാണെങ്കിൽ ഇപ്പം തന്നെ ഏതാണ്ട് 460 സ്റ്റാൻഡേർഡ് റൂംസ് മാത്രമേ കാലിക്കട്ടുള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് 500 പേരെ വെച്ചൊരു പ്രോഗ്രാം നടത്തിയാൽ പോലും അവർക്ക് അവിടെ വന്ന് അത്രയും പേർക്ക് താമസിക്കാനായിട്ട് സൗകര്യമില്ല. ഇപ്പം പലപ്പോഴും നമ്മുടെ പ്രോഗ്രാംസ് മാറ്റി വെക്കുമ്പം നമ്മുടെ പാർട്ടിസിപ്പൻസ് വളരെ ദേഷ്യപ്പെടാറുണ്ട്. അപ്പോൾ ഹോട്ടൽസ് ഇല്ലാതാകുന്നു. അതുപോലെ അപ്പം നമുക്കൊരു ഡേറ്റൊക്കെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ബുക്കിംഗ് വരുന്നതോടുകൂടി ഹോട്ടൽ നമുക്ക് തരാതാവും. അപ്പോൾ തരാതാകുമ്പോഴത്തേക്ക് 500 പേര് അവിടെ വെച്ചൊരു സമ്മേളനം നടത്താൻ പോലും, എന്ന് പറഞ്ഞാൽ അവർ വന്ന് താമസിച്ചു പോകുന്നൊരു സമ്മേളനം നടത്താൻ കാലിക്കട്ട് നിർവാഹമില്ല. ഇത് തന്നെയാണ് കൊച്ചിയിൽ 2,500 ഡോക്ടർമാരുടെ ഒരു സമ്മേളനം നടത്തുകയാണ്. എല്ലാ ഹോട്ടൽസും നമുക്ക് താമസം മുഴുവനും ഫുള്ളി ബുക്ക്ഡായി പോകും. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം അവിടെ റെസിഡൻഷ്യൽ പ്രോഗ്രാം നടത്താനായിട്ട് പറ്റില്ല. ഇത് തന്നെയാണ് തിരുവനന്തപുരത്തെ അവസ്ഥ. അപ്പം അതേപോലെ തന്നെ ഒർലാൻഡോ, നമ്മൾ US ഒർലാൻഡോയിൽ നമ്മൾ ചെല്ലുമ്പോൾ ഫ്ലോറിഡ, അപ്പോൾ അവിടെ ഈ 3 ലക്ഷം പേർക്ക് അക്കോമഡേഷൻ ഉണ്ട്. അതുകൊണ്ട് ഏത് പ്രോഗ്രാമും അവിടെ നടത്താനായിട്ട് പറ്റും. 3 ലക്ഷം ആൾക്കാർക്ക് അക്കോമഡേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ കാലിക്കട്ട്, കൊച്ചി, കോഴിക്കോടൊക്കെ നമ്മൾ മൊത്തമായിട്ട് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കോമഡേഷൻസ് ഒരുപാട് കൂടണം. അതായത് മൈസ് എന്ന് പറയുന്ന ടൂറിസം, അപ്പം മൈസിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറിക്കഴിഞ്ഞാൽ, അപ്പം ഇവിടെ നടന്നത് വർഷത്തിലൊരിക്കലല്ല. ദുബൈയിൽ നടന്നതിന് ശേഷം ഉടനെ തന്നെ വീണ്ടും വരുമ്പോഴത്തേക്ക് അടുത്ത നെക്സ്റ്റ് വീക്ക് വേറെ പ്രോഗ്രാം വെയിറ്റ് ചെയ്യുക. അതിൻ്റെ അടുത്ത വീക്ക് വീണ്ടും വേൾഡ് ട്രേഡ് സെൻറ്ററിൽ അടുത്ത പ്രോഗ്രാം ഇരിക്കുക, അടുത്ത വീക്ക് വീണ്ടും ഇരിക്കുകയാണ്. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത്, ബാങ്കോക്കിൽ കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാമിന് പോയപ്പം അപ്പോൾ അതിനകത്ത് 80,000 ഡെലിഗേറ്റ്സാണ് ഉണ്ടായിരുന്നത്, പെയ്ഡ് ഡെലിഗേറ്റ്സ്. അപ്പോൾ അവർക്ക് താമസിക്കാൻ എവിടെ? അപ്പോൾ ഇതൊന്നും നമുക്ക് വരാത്തതിൻ്റെ കാര്യം പ്രധാനമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്യൂട്ട് അക്കോമഡേഷൻ ഷോർട്ടേജാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ചെറിയ ഹോട്ടൽസ് ഒന്നും വിസിബിളായിട്ടില്ല, അവർക്ക് കൃത്യമായിട്ട് വരാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എയർപോർട്ടിൻ്റെയൊക്കെ അതൊക്കെ നമുക്ക് പരിഹരിക്കാമെന്ന് വെച്ചാലും മറ്റുള്ള എയർപോർട്ടുമൊക്കെ ആയിട്ട് ചെയ്തിട്ടാണെങ്കിലും ശരി. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നമുക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് നമുക്ക് തൊഴിൽ വരാവുന്നത്. അപ്പോൾ അവിടെ തൊഴിൽ വരാനും പല മോഡൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം പറഞ്ഞത് ഈ മൈസ് എന്ന് പറയുന്നൊരു ഷോർട്ട് ഫോമാണ്, അക്രോണിമാണ്. മൈസ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്സ്, ഇൻസെൻറ്റീവ്, കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻസ്. അത് വേൾഡ് ഓവർ നടത്തുന്ന സംഘടനകളുണ്ട്. അപ്പം ഈ പ്രാവശ്യം റഷ്യൻ ഡോക്ടേഴ്സ് കൊച്ചിയിൽ വന്ന് ചെയ്താൽ അവർ പിന്നെ അടുത്ത പ്രാവശ്യം കൊച്ചിയിൽ വരത്തില്ല, അവർ ഗോവയിലായിരിക്കും. ഗോവയിൽ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അവർ ഗുജറാത്തിലായിരിക്കും. അതിങ്ങനെ ഈ മൈസ് വെറൈറ്റിക്ക് വേണ്ടി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർക്ക് പ്രദേശങ്ങൾ കാണാനും കോൺഫറൻസസ് കൂടാനും എല്ലാം കൂടെ ഉള്ള രീതിയിലാണ്. ഡോക്ടർമാർക്ക് മാത്രമല്ല, എല്ലാ പ്രൊഫഷണൽസിനും, എല്ലാ എൻജിനീയേഴ്സിനും ഒക്കെ ലോകത്ത് ഇന്ന് ഇക്കോണമി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ രീതിയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം കോഴിക്കോട് ഇപ്പോൾ ഹൈലൈറ്റൊക്കെ പുതിയ കൺവെൻഷൻ സെൻറ്റർ കൊണ്ടുവരുന്നുണ്ട്. ഓൾറെഡി അവിടെ ഒരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ട്. കൊച്ചിയിൽ 3 കൺവെൻഷൻ സെൻറ്റർ വരുന്നുണ്ട്. ബട്ട് വേർ ഈസ് അക്കോമഡേഷൻ?
അവർക്ക് എവിടെയാണ് താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങളുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 5 സ്റ്റാർ ഹോട്ടൽസിൻ്റെ അഭാവം. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇത് ഗസ്റ്റ് വന്നിട്ടല്ല ഹോട്ടലൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഹോട്ടൽസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇങ്ങോട്ട് പ്രോഗ്രാംസ് ഇത് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറയുന്ന കൊച്ചിയിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, 4000+ ആണ് അവരുടെ ഒരു പ്ലേറ്റിന് ബുഫേക്ക് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. നമ്മളത് വെച്ചുകൊണ്ട് അവിടെ ഇപ്പോൾ ഒരു 200 പേരുടെ ഒരു ഫംഗ്ഷൻ വെക്കാം എന്ന് പറയുകയാണെങ്കിൽ നമ്മളവിടെ ബുക്ക് ചെയ്താലും അതിലും വലിയ പ്രോഗ്രാം വരുവാണെങ്കിൽ നമ്മുടെ ക്യാൻസൽ ചെയ്യും എന്നുള്ളത് അവർ എഗ്രിമെൻറ്റിൽ പറഞ്ഞേക്കും. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പം എപ്പോഴും അവർ അപ്പോൾ സ്ഥിരം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാ ദിവസവും തന്നെ അവിടെ അവർക്ക് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം ദാറ്റ് മീൻസ് നല്ലൊരു കേസ് സ്റ്റഡിയാണത്. അപ്പം നല്ലൊരു സംഭവം വന്നതിന് ശേഷം അവിടെ അത് കണ്ടിന്യൂസ് ആയിട്ട് കോസ്റ്റൊന്നും ആരും നോക്കുന്നില്ല. അപ്പോൾ മലബാറിലും തന്നെ ഏതാണ്ട് 70ഓളം വെഡ്ഡിങ്സാണ് കൊച്ചിയിലേക്ക് വരുന്നത്. നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എത്രമാത്രം ഇത് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ മലബാറിന് അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളില്ല. ഇനി നമുക്ക് ഈ മേഖലയിൽ വളരെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ മദ്യക്കച്ചവടമൊന്നുമല്ല. അതെല്ലാ അറബികളുടെ ഹോട്ടലൊക്കെ അവർ ചെയ്യുന്നത് മുടി വെട്ടാനായിട്ടുള്ള സലൂണിൻ്റെ സ്ഥലം കൊടുക്കുന്നത് പോലെ അതിനും കൊടുക്കുക. അത് വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. സ്പായും പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. മെയിൻ സ്ട്രീമിൽ അത് വരുന്നില്ല. അത് ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ചാരിറ്റിക്ക് കൊടുക്കുക. ദെയർസ് നോ ഇഷ്യൂ അറ്റ് ഓൾ. അപ്പോൾ ഈ കാലിക്കറ്റ് നമുക്ക് മൈസിൻ്റെ മെഗാ ചാൻസ് കിടക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടത്, കാലിക്കറ്റ് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ കാലിക്കറ്റൊക്കെ ഒരുപാട് കക്കയം ഇല്ല തലശ്ശേരി ഇങ്ങനെയുള്ള വയനാട്ടിൽ ഒരുപാട് ചാൻസ്, വയനാടും കാലിക്കറ്റ്. അപ്പോൾ കാലിക്കറ്റ് ആശ്രയിച്ച ഒരു റിസോർട്ട് പോലും ഇല്ല. അപ്പോൾ ഞാൻ മുൻകൈ എടുത്താണ് കാലിക്കറ്റ് സിറ്റിക്കകത്ത് ആദ്യത്തെ റിസോർട്ട് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, ഇപ്പോഴാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതുമാത്രമല്ല, കാലിക്കറ്റ് സിറ്റിക്കകത്ത് ഇപ്പം അതിന് ശേഷം നമ്മൾ 10-12 ഏക്കറൊക്കെ വരുന്ന ഐലൻഡൊക്കെ നമ്മൾ ഏതാണ്ട് എടുക്കാനുള്ള ആലോചനയിൽ നമ്മൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അവിടെ ഒരുപാട് സാധ്യത നമുക്ക് അങ്ങനെ കിട്ടും. വേറൊരു വലിയ സാധ്യത ഈ GCC കൺട്രികളിൽ, പ്രത്യേകിച്ച് സൗദിയൊക്കെ ആയിട്ട് വരുന്ന മെഡിക്കൽ ടൂറിസം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കയറിയിട്ട് ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഇവിടെ അവരെടുത്തേക്കുന്ന ഹോട്ടൽസ് അല്ലെങ്കിൽ അവരെടുത്തേക്കുന്ന ക്ലിനിക്സ് അല്ലെങ്കിൽ റിസോർട്ടെല്ലാം ഫുള്ളാണ്. അതിപ്പോൾ നമ്മൾ 1000 പേരോ 10000 പേര് വന്നാൽ തീരുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ്. അപ്പോൾ ഇത് ഹാർനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ സൗദിയിലും 3-4 ക്ലിനിക്ക് ഇടണം, മറ്റ് GCC കൺട്രികളിലും ഓരോ ക്ലിനിക്ക് ഇടണം. അവിടെ വരുന്നവരെ കേരളത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് വേൾഡ് ക്ലാസ് ഫെസിലിറ്റി കൊടുക്കാനായിട്ട് വേണം. അപ്പോൾ നമുക്ക് ഈ 1 ലക്ഷം പേരെയൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒരു 6 മാസം കൊണ്ട് ചികിത്സിച്ച് തിരിച്ചു വിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറ്റുന്ന അതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത മെഡിക്കൽ ടൂറിസവും സാധാരണ ടൂറിസം. അപ്പോൾ എക്സ്പോർട്ട് ടൂറിസം വേറെയാണ്, മെഡിക്കൽ ടൂറിസം വേറെയാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു സംഭവം നമുക്ക് കേരളത്തിൽ കൊണ്ടുവരുവാണെങ്കിൽ ഇതിൻ്റെ ഒരു സാധ്യത നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 10,000 കോടിയുടെയെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ടുള്ള കാലിക്കറ്റ് വയനാട് ഭാഗങ്ങൾ അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ പല വിധത്തിലുള്ള റിസോർട്ട്സ് ആകാം. ഇപ്പോൾ കേവ് റിസോർട്ട്സ് ആകാം, അല്ലെങ്കിൽ നമുക്ക് സ്കൈ വാക്സ് ആകാം, കാനപ്പോയി ആകാം, ആയുർവേദ, നേച്ചർ, യുനാനി, ഇങ്ങനെ പല സംഭവങ്ങളും നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലൈഫ് ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആൻറ്റി ഏജിങ് തന്നെ വളരെ സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അവിടെ കാണാൻ പറ്റിയ ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ യാത്ര ചെയ്തിട്ട് ഇപ്പം ഞാനിങ്ങനെ ഊഹിച്ചിട്ട് പറയുകയല്ല, ലോകം മുഴുവൻ യാത്ര ചെയ്തതിന് ശേഷം കേരളവും പ്രത്യേകിച്ച് കാലിക്കറ്റും വയനാടും കണ്ടിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ റിയൽ പൊട്ടൻഷ്യാലിറ്റിയുടെ 1% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ഞാൻ നടത്തിയിട്ട് നിങ്ങളെ കസ്റ്റമറാക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ ഇതിനകത്തൊരു സാധ്യത ഞാൻ കാണുന്നത്, എനിക്കതിനകത്ത് ഒത്തിരി ഇൻഫർമേഷനും പഠിപ്പിച്ചു തരാനും ഒക്കെ പറ്റും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഡോം, കേവ്സ്, ബൊട്ടീക്ക്, ഇല്ലെങ്കിൽ ഇവിടുത്തെ നേച്ചർ ആർക്കിടെക്ചർ, ഇതൊക്കെ നമുക്ക് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന, വലിയ മുതൽ മുടക്കില്ലാതെ ഹെവി എക്സ്പെൻസ് വേണ്ടാത്ത രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് പകർന്നു തരാൻ പറ്റുന്ന ഒരു ബിസിനസ് ലീഡർഷിപ്പാണ്. അപ്പോൾ അത് വളരെ ലക്ഷറി ആയിട്ടുള്ള രീതിയിൽ വളരെ ലാഭകരമായിട്ട് ചെയ്യാനായിട്ട്, അപ്പോൾ കേരളത്തിൻ്റേതായ ഒരു സ്പാ കൾച്ചറുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും കേരളം ഒരു സെക്സ് ടൂറിസമായിട്ട് കണക്റ്റഡ് അല്ല. കേരളം എപ്പോഴും ചെയ്യുന്നത് ഹീലിംഗ് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടതാണ്.
അപ്പോൾ കാലിക്കറ്റ് വയനാട് ഒരു കോറിഡോറാക്കി മാറ്റിക്കൊണ്ട് ഇപ്പം തുരങ്കപാതയൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ ഗെൻഡിങ് ഹൈലൻഡ് പോലെ അതിലെ സന്തോഷ പോലെ, അതായത് നമ്മൾ സന്തോഷ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സിംഗപ്പൂർ ഒരു ചെറിയ സ്ഥലമാണ്. അറ്റ് എ ടൈം അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 ലക്ഷം ആൾക്കാർ ഒരു ദിവസമായിട്ട് ടൂറിസമായിട്ട്. നമ്മുടെ ഒരു വലിയ പഞ്ചായത്തിൻ്റെ വലിപ്പമല്ലേ ഉള്ളൂ, ഇല്ലേ 2 പഞ്ചായത്തിൻ്റെ വലിപ്പം, എന്നിട്ട് പോലും അവിടെ അതല്ലെങ്കിൽ ഇതേപോലുള്ള സംഭവം. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നത്, ഞാനിപ്പോൾ എപ്പോഴും പഠിപ്പിക്കുന്ന ജോലിയാണല്ലോ. ഞാനിപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് ഒരു ചെറിയ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു യാത്ര വരാം. ഒരു സിറ്റിയിലെ ഒരു ദിവസത്തെ മതി, രാത്രി ഒരു 7 മണി മുതൽ 11 മണി വരെ വിശദമായിട്ട് എനിക്ക് ബിസിനസ്സിൻ്റെ സാധ്യതകൾ നിങ്ങളെ പഠിപ്പിച്ചു തരാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു ചെറിയ സഹായം ചെയ്യണം. നമുക്ക് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും പറ്റില്ല. ഹൈ എക്സിക്യൂട്ടീവ്സും പിന്നെ എന്തെങ്കിലും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ട് ഒന്നിച്ച് ചേരുവാണെങ്കിൽ ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു 65 വയസ്സോ 75 വയസ്സോ 55 വയസ്സോ ഉണ്ട്. ആ കാലത്തേക്ക് പാസീവ് ഇൻകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ട്, എന്നാൽ നിങ്ങളധികം എഫർട്ട് എടുക്കേണ്ട കാര്യമില്ല, ഫുൾ ടൈം ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യമില്ല. ഒരു കോർപ്പറേറ്റ് അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ തന്നെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സൗദി അറേബ്യയിൽ വരുന്നുണ്ട്. സൗദി അറേബ്യയിൽ പ്രധാനമായിട്ട് ഞാൻ 3 സിറ്റിയിൽ വരുന്നുണ്ട്. റിയാദ് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഡേറ്റ് ഞാൻ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു ഇത് കാണുന്നതിൽ വാട്സപ്പ് ഒന്ന് ചെയ്താൽ മതി, ഡേറ്റ് അറിയാം. UAE വരുന്നുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും അബുദാബിയിലും ദുബൈയിലും ബാക്കി ഇടയ്ക്കുള്ള സ്ഥലത്തും വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് 10 പേരെങ്കിൽ 10 പേര് നിങ്ങളുമായിട്ടില്ല, 5 പേരെങ്കിൽ 5 പേര് നിങ്ങളുമായിട്ടൊരു ചർച്ച ചെയ്തതിന് ശേഷം കുവൈറ്റിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ വൺ ഡേ ആണ് എനിക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഖത്തറിൽ വരുന്നുണ്ട്, ദോഹയിൽ വരുന്നുണ്ട്, ബഹ്റൈനിൽ വരുന്നുണ്ട്, മനാമയിൽ വെച്ച് നമുക്ക് കൂടാം. അതുപോലെ തന്നെ ഓമനിൽ വരുന്നുണ്ട്, മസ്കറ്റിൽ പിന്നെ വെച്ച് നമുക്ക് കൂടാം. അപ്പോൾ അവിടെ നമുക്ക് ഞാൻ തരുന്നത്, ഞാൻ പറയാം, ഞാൻ വിദ്യയാണ് തരുന്നത്. ഞാനൊരു ബിസിനസ് നിങ്ങളുടെ അവിടെ നിന്നൊരു അതിൽ നിന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ഒരു വിധത്തിലും നഷ്ടം വരെ. ഞാൻ ഇന്ന് വരെ ചെയ്ത ബിസിനസ്സുകളിലൊന്നും, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന് വരെ ഒന്നും നഷ്ടത്തിൻ്റെ കഥയെ എനിക്കില്ല. എപ്പോൾ ചെയ്യുമ്പോഴും ലാഭത്തിൽ കൂടെ മാത്രം ചെയ്യാനുള്ള ഒരു സ്കില്ല് ഞാൻ ആർജിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പറ്റും. നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ 4 ഫ്രണ്ട്സാണെങ്കിൽ 4 ഫ്രണ്ട്സിനെ ഒന്നിച്ച്, അപ്പോൾ നിങ്ങൾ ഇത് കേട്ട ആൾക്കാർ ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ കൂടെ ബോധവൽക്കരിക്കുകയും അവരെ കൂടെ കൊണ്ടുവരികയും ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ ഒരു ഡിമാൻഡ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പോൾ അവിടെ വരുന്ന ആ ദിവസങ്ങൾ, ആദ്യത്തെ ഒരു വരവ് വന്നു, നിങ്ങൾക്കായിട്ട് ചെയ്തു, അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമതിരുന്നു, എനിക്ക് തോന്നുന്നു ഒരു 5-6 പ്രാവശ്യമെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തണം. പിന്നെ നിങ്ങൾ കേരളത്തിൽ വരുമ്പം എവിടെയാണിത് നടക്കാൻ പോകുന്നുള്ള പൊട്ടൻഷ്യൽ സ്ഥലങ്ങളെല്ലാം നിങ്ങൾ കാണണം. പിന്നെ അതിനകത്ത് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനുണ്ട്, നിങ്ങൾ തമ്മിൽ പരിചയമില്ലാത്ത ആൾക്കാർ കാണും. അങ്ങനെ ഒരു മെഗാ ടൂറിസം, ഒരു 10-20,000 കോടി ഒരു 50,000 കോടിയുടെ ഒരു മെഗാ ടൂറിസം നമ്മൾ നടത്തുകയാണെങ്കിൽ ഒരു 2-3 ലക്ഷം ആൾക്കാർക്ക് ജോലി കിട്ടും. ഇതിലൂടെ നിങ്ങൾ മുടക്കുന്ന പണം ഒരു 3-4 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കുകയും ചെയ്യാം. അവിടെ അസറ്റ്സും കാണും. റെഗുലറായിട്ട് ഇപ്പോൾ കോട്ടേജസൊക്കെ പോകുമ്പോൾ റെഗുലറായിട്ടുള്ള ഇൻകം അല്ലേ. അപ്പോൾ ഒരു കേരള കൾച്ചറിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു മെഡിക്കൽ ടൂറിസം ആൻഡ് എക്സ്പോ ടൂറിസം, ഇത് രണ്ടും കൂടെ കൂടിയ ഒരു കാര്യം. അതിപ്പോൾ കേരളത്തിൽ വളരെ ചെറിയ തോതിൽ നടക്കുന്നുള്ളൂ. ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ളൊരു ടൂറിസം സ്ട്രാറ്റജി നോർത്ത് കേരളയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ സമയം ഞാൻ കാലിക്കട്ടാണ്. അപ്പോൾ അപ്പം ഇത് നമുക്ക് തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റിന് ഒരു ബൂം വരും, എന്നാൽ വലിയ പൈസ നമുക്ക് ചിലവാക്കുകയും വേണ്ട. ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാതെ കിടക്കുന്ന ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഗ്ലോബൽ ടൂറിസ്റ്റുകളെ കൊണ്ടുവരാനായിട്ട് അപ്പോൾ എനിക്ക് തന്നെ കാമ്പയിൻ ചെയ്യാൻ പറ്റും. UK യിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ന്യൂയോർക്കിലാണെങ്കിലും വേൾഡ് ട്രാവൽ മാർട്ടുകളിലൊക്കെ ആണെങ്കിലും എനിക്ക്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പിന്നെ കോസ്റ്റ് കുറഞ്ഞ് ചെയ്യുന്ന ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ട്രേഡ് സീക്രട്ട് ആയതുകൊണ്ട് ഞാൻ നേരിട്ട് പറയാം, ഓൺലൈനിൽ പറയുന്നതിന് പകരം. അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ നമുക്ക് ചിലവാക്കേണ്ടതില്ല. ചിലതൊക്കെ നമുക്ക് ലീസിനെടുത്ത് പോലും പ്രോപ്പർട്ടി വാങ്ങേണ്ട കാര്യമില്ല, എന്നാൽ വാങ്ങാൻ പറ്റുന്നത് നമുക്ക് വാങ്ങുകയും ചെയ്യാം. അപ്പം ആ രീതിയിലുള്ള പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കിടെക്ട്സ്, ടെക്നോളജി എക്സ്പെർട്ട്, ഇവരെയൊക്കെ ഓൾറെഡി തന്നെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ടൂറിസത്തിൻ്റെ കൂടെ നമ്മൾ പ്രധാനമായിട്ടും വയനാട്ടിലൊക്കെ എടുക്കുന്ന സ്ഥലത്ത് നമുക്ക് സാൻഡൽവുഡ് കൾട്ടിവേഷൻ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏക്കറിൽ നിന്ന് ഒരു 10 കോടി മുതൽ ഒരു 40 കോടി വരെ 20 വർഷത്തിനകത്ത് നമുക്ക് ഈൽഡ് കിട്ടാൻ പറ്റുന്ന സൗകര്യമുണ്ട്. നമ്മൾ മിനിമത്തിൽ പിടിച്ചാൽ മതി, വളരെ മിനിമത്തിൽ പിടിച്ചാൽ മതി. അപ്പോൾ അത് ഒക്കെ ഇപ്പോഴേ തുടങ്ങാം, കാരണം ചെടികളല്ലേ, നമ്മളതിനെ പരിചരിക്കുന്നതനുസരിച്ച് വളർന്നോളും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വളരെ സാധ്യതയാണ് ഈ അഗർവുഡ്.
അപ്പോൾ അഗർവുഡ് കംപ്ലീറ്റ് അല്ലെങ്കിലും കുറച്ചെങ്കിലും നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി ഊതൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അതും ഈ പറഞ്ഞതുപോലെ പിന്നീട് നമുക്ക് വലിയ പാസീവ് ഇൻകം കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു റിസോർട്ട് ഐഡിയയിലൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ ഒരു മൊത്തം പ്രോജക്റ്റ് ഓൾറെഡി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാനത് ഓൾറെഡി തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളിൽ നിന്ന് ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തേ, ഞാൻ വെറുതെ അങ്ങ് വരുന്നതിന് പകരം അപ്പം 10 പേരോടാണെങ്കിലും 10 പേരോട് പറയാനാണെങ്കിലും നമുക്കതിന് പറ്റിയ ഇൻവിറ്റേഷൻ വേണം. ഇപ്പോൾ എൻ്റെ ശിഷ്യന്മാർ ഒരുപാട് പേര് സാൻഡൽവുഡ് എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ പഠിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഫംഗസ് ഒക്കെ വരും. അപ്പോൾ ഇവിടെ നമ്മളിതിനെ പെട്ടെന്ന് വളർത്താനായിട്ട് നമ്മളിപ്പം പിന്നെ കാലിക്കറ്റ് ഗ്രീൻ സിറ്റിയുടെ കാമ്പസിൽ നമ്മൾ ഒരുപാട് ചന്ദനം കൃഷി ചെയ്തിട്ട് അതിന് വ്യത്യസ്തമായ വളങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് ഏതിടുന്നതാണ് ഏറ്റവും കൂടുതൽ വളരുന്നത് നമ്മൾ നോക്കി മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കിയിട്ട് അപ്പം അതുപോലെ തന്നെ വരാവുന്ന പെസ്റ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഫംഗസ് ബാധിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഈ ഫോറസ്ട്രി കർണാടക ഫോറസ്ട്രിയിൽ നിന്ന് നമ്മൾ കൺസൾട്ടൻസി എടുക്കാനായിട്ട് അതും ചെയ്തു വെച്ചിട്ടുണ്ട്. അഗ്രികൾച്ചർ എക്സ്പേർട്ടിൻ്റെ സപ്പോർട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അഗർവുഡിനാണെങ്കിലും ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ആസാമുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് നമുക്ക്. അപ്പോൾ ഈ ഫ്രാഗ്രൻസിൻ്റെ ഏരിയയിൽ നമുക്കത് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ സൈഡിലായിട്ട് നമുക്ക് ബാമ്പുവും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇത് ഞാൻ കൊണ്ടുവരുന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയ പല സ്ഥലത്തും നമുക്കൊരു നമ്മുടേതായിട്ടൊരു പിന്നെ വീട് ഇല്ലെങ്കിൽ ഒരു കോട്ടേജ്, നമ്മുടേതായിട്ടൊരു കോട്ടേജ് ഒരു 10-20 സെൻറ്റും വരുന്ന ഒരു ഫാം ഹൗസ് മോഡലിലാണ്. വളരെ നല്ലൊരു ഫാം ഹൗസ് മോഡലിലാണ്. ചെറിയ ഇടുങ്ങി തിരിങ്ങിയല്ല, നന്നായിട്ട് ടൂറിസം നടത്താവുന്ന. പക്ഷേ അതിനെ എല്ലാം കൂടെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് അവർക്കുള്ള മാർക്കറ്റിംഗ് ഒന്നിച്ച് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്, ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്, വരവും പോകുകയും ക്വാളിറ്റി കൺട്രോളും എല്ലാം കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. ഇതിൽ നിങ്ങളെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെ എടുത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന പല ബിസിനസ്സും നല്ലപോലെ അറിയാവുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ്. അപ്പോൾ പെർഫ്യൂംസിൻ്റെ എസെൻഷ്യൽ ഓയിൽസിലൊക്കെ ഇനിയും ഇതിന് ഭയങ്കര ഡിമാൻഡ് വേൾഡിൽ കൂടുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള നഷ്ടം ഒരിക്കലും നമുക്ക് വരാൻ ചാൻസ് ഇല്ല. പിന്നെ നമുക്ക് ഈ ഒരു സാൻഡൽവുഡ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് തന്നെ അത് തന്നെ ഒരു വലിയ ബ്രാൻഡാണ്. അപ്പോൾ അഗർവുഡിനെ കുറിച്ച് എൻ്റെ അടുത്ത് ശിഷ്യന്മാർ ഒരുപാട് പേര് ഇപ്പോൾ എപ്പോഴാണ് കൊണ്ടുവരേണ്ടത്, തൈകൾ കൊണ്ടുവരണം, ഇതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിൽ ഏറ്റവും നല്ല ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ചന്ദനവും ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി അഗർവുഡും വെച്ചിട്ട് അപ്പോൾ അത് വളരെ വലിയ തോതിൽ അപ്പോൾ ഈ മൾട്ടിപ്പിൾ കമ്പനികളാണ് നമുക്ക് ചെയ്യാവുന്നത്. കാരണം കേരളത്തിൽ നമുക്ക് 15 ഏക്കർ വരെയാണ് ഒരു കമ്പനിക്ക് പ്രൊസസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ മൾട്ടിപ്പിൾ കമ്പനികൾ അപ്പോൾ അതിന് പക്ഷേ ഇതെല്ലാം പരസ്പരം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ചെയ്യാനായിട്ട്. എന്നാൽ എല്ലാ നിയമങ്ങളും ററ മുതലായിട്ടുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ്. ആർക്കും അധികം ഒരു നഷ്ടം ഉണ്ടാകാൻ പാടില്ല. ഹൈ സെക്യൂരിറ്റി വേണം. ഓക്കെ. അതുപോലെ തന്നെ ഇത് ചുറ്റും ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ആർമിയൊക്കെ ചെയ്തേക്കുന്ന പോലുള്ള ഹൈ എൻഡ് ഫെൻസിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആർക്കും അതിനകത്ത് കയറി ഇതൊന്നും മുറിച്ചുകൊണ്ട് പോകാനോ നാളെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനോ. അപ്പം നമ്മുടെ സെക്യൂരിറ്റി പിന്നെ നമ്മൾ വലിയതായിട്ട് ചെരിവുള്ള ലാൻഡുകളൊന്നും ഇതിന് പോകുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെയുള്ള നമ്മൾ നോക്കിയിട്ട് നമ്മുടെ സെക്യൂരിറ്റി എല്ലാം വരുത്തിക്കുന്നുണ്ട്. പിന്നെ സ്പൈസസിൻ്റെ മേഖലയിൽ നമുക്കൊരു പ്രധാനമായിട്ടൊരു സ്പൈസസിൻ്റെ ഒരു മ്യൂസിയം ഒക്കെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അതുമെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പ്രോജക്റ്റിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഫുൾ പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നത് സംസാരിക്കാനായിട്ട് നിങ്ങളുടെ ലാഭം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ എവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ 3 ഇരട്ടി ലാഭം കിട്ടാവുന്ന രീതിയിലാണ്. ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചിട്ടാണ്. അതിനകത്ത് നമുക്ക് കാർബൺ ക്രെഡിറ്റ് കിട്ടുന്ന രീതിയിലും ആഗ്രോ ഫോറസ്ട്രി അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ്റിനെ കൂടെ നമ്മൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് സബ്സിഡി, സെൻട്രൽ ഗവൺമെൻറ് സബ്സിഡി, സ്റ്റേറ്റ് ഗവൺമെൻറ് സബ്സിഡി, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു ചെറിയ തോതിലുള്ളൊരു സംഭവമല്ല, നമുക്ക് വളരെ മാസീവായിട്ട്. അപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലി ഓൾറെഡി ചെയ്യുന്ന ആൾക്കാർ കാണാം. അതിനിടയ്ക്ക് അവർക്ക് വരുന്ന റിസ്കിനെ സംബന്ധിച്ച് അതിനും നല്ലത് നമ്മളെപ്പോഴും വളരെ കെട്ടുറപ്പുള്ള നിയമങ്ങളും നടത്തിപ്പുമായിട്ട് ഏറ്റവും പ്രൊഫഷണൽ മാനേജ്മെൻറ്റിനെയും വെച്ചുകൊണ്ട് നമ്മൾ വളരെ 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 വലിയ രീതിയിൽ ചെയ്യാനായിട്ടുള്ള ആശയങ്ങളാണ്. എന്നിട്ട് ഞാനല്ല ഇത് ചെയ്യുന്നത്, ഞാൻ നിങ്ങളെ ഇത് ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് അതിൻ്റെ എല്ലാ നിയമങ്ങളും വശങ്ങളും എല്ലാം പഠിപ്പിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങൾ കാണുന്ന വാട്സപ്പിൽ വീണ്ടും വാട്സപ്പിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്തൊരു വാട്സപ്പ് ഇട്ട് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂടെ ഒരു 10-12 പേരെ വിളിച്ചു കൂട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പം കഴിവതും ഡിസംബർ മാസം തന്നെ നമ്മൾ നേരിൽ കാണുന്നുണ്ട്. അതോടുകൂടി നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഇത് തരാം.
പിന്നെ വേറൊരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയും, ഇന്ന് നമ്മൾ കൊണ്ടുവന്ന ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 വർഷം കൊണ്ടാണ് നമുക്ക് ഈ മൾട്ടിപ്പിൾ മെത്തേഡിൽ, പിന്നെ ഇപ്പോൾ 1 കോടി മുടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 5-8-10 കോടി രൂപയിലേക്ക് പോകാൻ പറ്റുന്നത് നെക്സ്റ്റ് ഡേ അങ്ങനെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഗ്രീഡ് കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിനെ വളർത്തിയെടുക്കണം, അതിൻ്റെ കൂടെ നിൽക്കണം. അത് വളരെ സസ്റ്റൈനബിളാണ്. ബട്ട് എല്ലാ സെക്യൂരിറ്റിയും വെച്ചുകൊണ്ട് വേണം, നമുക്ക് എല്ലാ സുരക്ഷിതത്വം കൂടെ ഉറപ്പ് വരുത്തിക്കൊണ്ടായിരിക്കണം നമുക്കിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെൻ്റലി തയ്യാറായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് വലയങ്ങൾ ഒന്നിച്ച് ചേർന്ന് ചെയ്യാൻ പറ്റുന്ന അവരെയൊക്കെ ഓരോരോ ക്ലസ്റ്റേഴ്സും ഗ്രൂപ്പുകളുമായിട്ട് നമുക്ക് ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ബട്ട് ലാർജർ ലെവലിൽ സെക്യൂരിറ്റിയൊക്കെ ഉറപ്പ് വരുത്തുന്ന രീതിയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കാം. ഇതുകൂടാതെ നമ്മുടെ പിന്നെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം തന്നെ കൊണ്ടുവരുന്നുണ്ട്, ഒരു ഇൻ്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം വിത്ത് ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റിയോട് കൂടി. അത് നമ്മുടെ ശിഷ്യരൊക്കെ ഇടപെട്ടിട്ട് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുമൊക്കെ ഇതിന് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇത് കണ്ടെത്താനും പിന്നെ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു സ്കില്ല് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഹൈക്കോടതിയിലെ ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ ലീഗൽ സൈഡൊക്കെ നോക്കി, അപ്പോൾ ലീഗൽ, കോടതി, പോലീസ്, പൊളിറ്റീഷ്യൻസ്, ഈ ഏരിയയൊക്കെ എനിക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നു. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് നബാർഡ്, ഹോർട്ടിക്കൾച്ചർ മിഷന്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്, പ്ലാനിംഗ് കമ്മീഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് ഡൽഹിയിലാണെങ്കിലും കോർഡിനേറ്റ് ചെയ്ത് നടക്കാൻ പറ്റും. ഈ ഗ്രൗണ്ട് വർക്ക് ഞാൻ ഒരു ട്രേഡറായിട്ട് നിന്നുകൊണ്ട് നിങ്ങളെക്കൊണ്ട് ജോലി ചെയ്യിക്കുകയല്ല. ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിച്ച് തന്നിട്ട് ഇത് ഭംഗിയായിട്ട് മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്യാനായിട്ട് ഏബിളാക്കി നിങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം. അത് നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യാം. ഇത് നിങ്ങളിട്ടോ. അപ്പോൾ ഈ ഡിസംബറിൽ തന്നെ, അല്ലെങ്കിൽ കഴിയുന്നത്ര നേരത്തെ, അത് കഴിഞ്ഞിട്ടാണെങ്കിലും വരുമ്പോഴത്തേക്കും കഴിയുന്നത്ര നേരത്തെ നിങ്ങളുമായിട്ട് കാണാനും, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഐഡിയ ആദ്യം ഉൾക്കൊള്ളുക, പിന്നെ ആക്ഷൻ പിന്നീട് മതി. ഐഡിയ ആദ്യം പോയിട്ട് ഇതെല്ലാം എനിക്ക്, കാരണം ഒരുപാട് ബിസിനസ് സീക്രട്സും സയൻറ്റിഫിക് ഫാക്ടേഴ്സും ഒക്കെ ഉണ്ട്. അതെല്ലാം കൂടെ നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടെ തരാനായിട്ട് പറ്റില്ല. നിങ്ങൾ ഒരു വിശദമായിട്ട് വീണ്ടും 1-2 പ്രാവശ്യം കണ്ടതിന് ശേഷം നമുക്ക് ഫൈനലൈസ് ചെയ്യാം. എത്രയും പെട്ടെന്ന് വാട്സപ്പ് അയക്കൂ. ഓൾ ദി ബെസ്റ്റ്.